ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടർ. ഒരുപാട് ഒരു ബ്രേക്കിന് ശേഷമാണ് പിന്നെയും നമ്മൾ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് 2025 എക്സാം വരുന്നതുകൊണ്ടും അതിനു വേണ്ടിയുള്ള കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡു നോട്ട് വറി. സോ ആദ്യമേ ഒരു അപ്പോളജീസ്, ഒരു വലിയൊരു ബ്രേക്ക് വന്നു, അതിനൊരു കാരണമുണ്ട്. അത് പിന്നീട് ഡെഫിനറ്റ്ലി ഒരു സർപ്രൈസ് പോലെ നമുക്കത് ഷെയർ ചെയ്യാം. സോ ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മിഷൻ 90 ഡേയ്സ്. ഇപ്പോൾ 100 ഡേയ്സ് ഇപ്പോൾ ഒരുപാട് വന്നു കഴിഞ്ഞു. സോ ശരിക്കും നിങ്ങൾ 2025 UPSC പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് 90 ഡേയ്സ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പഠിക്കണം, അങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 25 എക്സാംസിൽ ഒരു 90 ദിവസമുണ്ട്. നമുക്ക് ആ ദിവസങ്ങളെല്ലാം നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുവേണ്ടി എന്തായിരിക്കണം നമ്മുടെ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇതിന്ന് ഡെഫിനറ്റ്ലി നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ കഴിഞ്ഞ ജൂലൈ തൊട്ട് 24 തൊട്ട് ഇപ്രാവശ്യം ഏകദേശം ഏപ്രിൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് വീഡിയോസ് ആയിട്ട് തന്നെ യൂട്യൂബിലും ഇതിലും നമ്മുടെ ആപ്പിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കാണാൻ പറ്റും. പിന്നെ നമുക്ക് 2-3 കാര്യങ്ങൾ, നമ്മുടെ ബൂസ്റ്റർ ടെസ്റ്റ് സീരീസ്, അതേപോലെ പേഴ്സണൽ മെൻറ്റർഷിപ്പ്, ഡയറക്ട്ലി വിത്ത് മീ യു ക്യാൻ ആക്ച്വലി ഹാവ് എ കോൺവെർസേഷൻ. അത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ബൂസ്റ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് ഓഫ്ലൈനിൽ എഴുതാൻ IS ഫാക്ടറിൻ്റെ നമ്മുടെ ഇവിടെ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ മെൻറ്റർഷിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിലൂടെ തന്നെ ഞാൻ അറിയിക്കുന്നതാണ്. സോ ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 100 ഡേയ്സിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു പ്രധാന സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും സ്ട്രാറ്റജി കൊണ്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ NCERT പഠിക്കണം, ലാസ്റ്റ് അത് പഠിക്കണം, ഇത് പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ സ്ട്രാറ്റജി ഒക്കെ അഡോപ്റ്റ് ചെയ്ത് അവസാനത്തെ 90 ഡേയ്സ് അല്ലെങ്കിൽ അവസാനത്തെ 100 ഡേയ്സിലൊക്കെ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്താൽ നമ്മൾ പാസ്സാവും എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രാറ്റജി വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ റൈറ്റ് ടൈം ബൗണ്ട് സ്ട്രാറ്റജിയാണ് ആവശ്യം. യു നീഡ് എ റൈറ്റ് ടൈം ബൗണ്ട് സ്ട്രാറ്റജി. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം. കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കാനും പറ്റുന്നില്ല, അവസാനം നമ്മൾ എവിടെ എത്തില്ല. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമുക്കുള്ള ടൈമിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റും. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ് പോയിന്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു. സോ അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ, സീരിയൽ, നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലെ സീരിയൽ കില്ലേഴ്സ് എന്ന് കാണാറുണ്ട്, ഒരുപാട് ആൾക്കാരെ കൊല്ലുന്ന പോലെ. സീരിയൽ പ്രിലിംസ് ക്രാക്കേഴ്സ്. സോ ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. കഴിഞ്ഞ എത്രയോ വർഷത്തെ, ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു 14-15 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ എല്ലാ കൊല്ലവും പ്രിലിംസ് പാസ്സാവുന്ന സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ, I deliberately do this because I make it a point. I talk to all the aspirants, especially who crack the prelims in every attempt. പീപ്പിൾ ഹു ക്രാക്ക് അറ്റ് എവറി അറ്റംപ്റ്റ്. അവരോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് എല്ലാ കൊല്ലവും പാസ്സാവുന്നത്? മെയിൻസ് വേറെ. അപ്പോൾ ഈ പ്രിലിംസ് എല്ലാ കൊല്ലവും പാസ്സാവുന്നതിന് എന്തെങ്കിലും ഒരു സക്സസ് ഫോർമുല ഉണ്ടാവില്ലേ ഇവരുടെ അടുത്ത്? ആ ഫോർമുല ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അത് ഓൾമോസ്റ്റ് ഒരു 90%, 90-10 എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, 90% 10% എന്നുള്ള രീതിയിൽ 90% ആൾക്കാരുടെയും ഫോർമുല ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതെന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെന്താണ് ആ ഫോർമുല? ആ ഫോർമുല സത്യം പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറോ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പറോ, അൺപ്രഡിക്റ്റബിൾ UPSC ക്വസ്റ്റ്യൻ പേപ്പറോ, ലെറ്റ് ഇറ്റ് ബി ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് എനി സോർട്ട്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ആണെങ്കിലും എന്താണ് അവരുടെ ആ ഒരു ഫോർമുല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ദേ ക്ലിയർ ഇറ്റ് എവറി ടൈം. എപ്പോൾ പ്രിലിംസ് എഴുതിയാലും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതായത് മാർച്ച് 1 ലോങ് ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ടായി. ഐ സ്റ്റിൽ റിമെമ്പർ, എല്ലാ കൊല്ലം മാർച്ച് 1 ലീവ് എടുക്കും. അവർ മെയ് 25 വരെ കറക്റ്റ് ലീവ് എടുത്ത് പരീക്ഷ പാസ്സായി, പ്രിലിംസ് പാസ്സായിട്ട് പിന്നെ ഒരു മെഡിക്കൽ ലീവോ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, മൾട്ടി അറ്റംപ്റ്റ് കൊടുക്കുന്നവരായിരിക്കാം, അങ്ങനെ ചെയ്യുന്ന എന്തോരം ആൾക്കാരറിയാം. ഇവരൊക്കെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ലെറ്റ്സ് ഹാവ് എ ഐഡിയ. നമുക്ക് അതും കൂടെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. സോ ഇവരുടെ സീരിയസ് ഫോർമുല, ഗോൾഡൻ പോയിന്റ്സിലേക്ക് ഞാൻ വരാം. സീരിയൽ ക്രാക്കേഴ്സിൻ്റെ സക്സസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അതൊരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 100 ക്വസ്റ്റ്യൻസ്, പ്രിലിംസിൽ 100 ക്വസ്റ്റ്യൻ, CSAT അല്ല, GSൻ്റെ കാര്യമാണെങ്കിൽ CSAT നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. 100 ക്വസ്റ്റ്യൻ, 100 ക്വസ്റ്റ്യൻ നമുക്ക് 2 മാർക്ക് വെച്ചിട്ട് ഓൾമോസ്റ്റ് 200 മാർക്കിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 100 ക്വസ്റ്റ്യൻ
ഇവരുടെ ഒരു അൾട്ടിമേറ്റ് ബിലീഫ്, നിങ്ങൾ PYQ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് മേക്ക് ഷുവർ വെൻ യു സീരിയസ്ലി ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യു വിൽ അണ്ടർസ്റ്റാൻഡ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ 100 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും കറണ്ട് അഫയേഴ്സോ അങ്ങനെ എങ്ങനെയൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയാലും ഈ ഒരു 50%, ഓൾമോസ്റ്റ് 50% ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളിതിൽ 50% ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്, 50% ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ബേസിക്സ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്യാച്ച് വേർഡ്. ബാക്കി 50% ഇനി കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിലിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചോദിച്ചോട്ടെ. പക്ഷെ 50%-ന് മുകളിൽ, ഓൾമോസ്റ്റ് 50 to 55% ചോദ്യങ്ങളും ഇനി എന്തൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാലും ഇറ്റ് കംസ് ഫ്രം ഹിസ്റ്ററി, ഇറ്റ് കംസ് ഫ്രം ജോഗ്രഫി, ഇറ്റ് കംസ് ഫ്രം പൊളിറ്റി, ഇറ്റ് കംസ് ഫ്രം എക്കണോമി, എൻവയോൺമെൻറ്റ് തന്നെയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ പോലും ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെൻറ്റ്, എക്കോണമി എന്ന് പറയുന്ന 5 മേജർ പില്ലറിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ 5 മേജർ പില്ലേഴ്സിന് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് മിക്സ് ചെയ്താണ് ചോദിക്കുക. നമുക്കിത് മിക്സ് ചെയ്ത് കണ്ടു, അത് നമ്മുടെ പ്രിലിംസിൻ്റെ സ്കില്ല് പോലെ ഇരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇതാണ് സക്സസ് ഫോർമുല. 50% നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഒരു ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോഴൊക്കെ മെയിൻസ് പാസ്സാവുന്നുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷേ പ്രിലിംസ് പാസ്സാവുന്നതിൻ്റെ മേജർ കാര്യം, ഇവരെന്തൊക്കെ പഠിച്ചാലും ഇവരുടെ ബേസിക്സ് വളരെ സ്ട്രോങ് ആണ്. പൊളിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ അവർ തെറ്റിക്കില്ല. എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ എന്നാലും ഇതിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബേസിക്സിൽ അവർ ഓൾമോസ്റ്റ് 100% കറക്റ്റ് ആക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ ബേസിക്സിൽ അവർക്കൊരു 80% അക്യുറസി ഉണ്ട്. 100% അക്യുറസി നമുക്ക് എന്തായാലും കിട്ടില്ല. ബേസിക്സ് എത്ര പഠിച്ചാൽ ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻസ് വരും. 80% അക്യുറസി ഉണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അവർ കറണ്ട് അഫയേഴ്സ് എന്നോ അവിടെ നിന്നൊക്കെ എടുത്ത് ഒരു ലോജിക്കൽ ഗസ് ഒക്കെ വെച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ അവിടെ നിന്നൊക്കെ ഒരുവിധം കറക്റ്റ് ആക്കി നെഗറ്റീവ്സ് ഒക്കെ കഴിഞ്ഞാലും ഇവർക്ക് ഏകദേശം ഒരു 100+, 100+, അല്ലെങ്കിൽ 110 മാർക്കിനടുത്ത് ഇവർക്ക് പ്രിലിംസിൽ സ്കോർ കിട്ടും. അപ്പോൾ ഇതാണ് അവരുടെ സക്സസ് ഫോർമുല. കറണ്ട് അഫയേഴ്സിന് 100 കട്ട് ഓഫ് ഉള്ളതെന്ന് നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല, കാരണം അത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് പോലെ ഇരിക്കും. പക്ഷെ എന്നാലും കഴിഞ്ഞ കുറേ വർഷത്തെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയിരിക്കും. ഔട്ട് ഓഫ് 100, ഓൾമോസ്റ്റ് ഇൻ ദ ലാസ്റ്റ് 5-6 ഇയേഴ്സ്, ഇഫ് യു ഗെറ്റ് എബവ് 100, ഓൾമോസ്റ്റ് 100 എബവ് ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. യു ആർ ഇൻ എ സേഫ് പൊസിഷൻ. നിങ്ങൾക്ക് മെയിൻസിന് പഠിച്ചു തുടങ്ങാൻ തന്നെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. സോ ആ 100, ഇതാണ് അവരുടെ സക്സസ് ഫോർമുല. അവരുടെ ബേസിക്സ് നല്ല സ്ട്രോങ് ആ. അവർ ഈ അവസാനത്തെ 100 ദിവസം അവരുടെ ബേസിക്സ് ഇനിയും സ്ട്രോങ് ആക്കും. അപ്പോൾ അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട സക്സസ് ഫോർമുല. ഇനി 5 ഗോൾഡൻ പോയിന്റ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ലാസ്റ്റ് മിനിറ്റ് 90 ഡേയ്സിൽ വർക്കൗട്ട് ചെയ്യുക, 100 ഡേയ്സിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിനെക്കാട്ടും വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്. 5 ഗോൾഡൻ പോയിന്റ്സ്. ഒന്ന്, നമുക്ക് ഏതൊക്കെയാണ് 5 ഗോൾഡൻ പോയിന്റ്സ് നോക്കാം. ഒന്ന്, ബേസിക്സ്. ആ ബേസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, എൻവയോൺമെന്റ്, 5 പില്ലേഴ്സ് നമുക്ക് എടുക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് മോർ ഓഫ് എ കറണ്ട് അഫയേഴ്സ് ഡോമിനേറ്റഡ് സ്റ്റഫ്. സോ 5 മേജർ കാര്യങ്ങളിൽ നമ്മുടെ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു 100 മാർക്ക്, 50-55 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാനുള്ള, പോട്ടെ അതിനകത്തുനിന്നൊരു 45 ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടും. ബാക്കി കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊതുവെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഞാനും നമ്മൾ ക്ലാസ് എടുത്തിടുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും നമുക്ക് പൊതുവെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടഫ്. കാരണം അത് അത്ര വാസ്റ്റ് ആണ്. കാരണം കഴിഞ്ഞ ജൂൺ തൊട്ട് 2024 ജൂൺ തൊട്ട്, അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഏപ്രിൽ 2025 എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ലോങ് പീരിയഡ്. നമുക്ക് എല്ലാം ഒന്നും ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. പക്ഷെ മേജർ ആയിട്ടുള്ള തീംസ് അപ്പോഴും നമുക്കൊരു ഗസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്, ഒരു PYQ ട്രെൻഡ് വെച്ച് നമുക്ക് ഏകദേശം ഇന്ന ഏരിയാസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് UPSCയുടെ, നമുക്കൊരു ഗസ് എടുക്കാൻ പറ്റും. എന്നാലും കുറച്ച് നമുക്ക് നന്നായി പഠിക്കാൻ പറ്റും. സോ ബേസിക്സ് നന്നായി ചെയ്തിട്ട് ബാക്കി കറണ്ട് അഫയേഴ്സ് നമുക്ക് പറ്റുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 110 മുതൽ ഒരു 115 മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്, പ്രൊവൈഡഡ് നിങ്ങൾക്ക് ബേസിക്സ് ഉണ്ടെങ്കിൽ മാത്രം. അതെങ്ങനെ പഠിക്കാന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് എങ്ങനെയാണ് ബേസിക്സ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ അടുത്ത മൂന്നാമത്തെ കോർ ഫോർമുല എന്ന് പറയുന്നത്, CSATന് 70 മാർക്കെങ്കിലും പാസ്സായില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും, നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും പ്രസക്തിയില്ല. ഇറ്റ്സ് ഓൾ വേസ്റ്റ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പ്രാക്ടീസ്. നമ്മൾ അവസാനത്തെ 100 ഡേയ്സ് 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ, മിഷൻ 90 ഡേയ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രാക്ടീസ് വേണം. പക്ഷെ അപ്പോഴും ചലഞ്ച് ഉണ്ട്. നമ്മൾ പഠിക്കുകയോ പ്രാക്ടീസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒരു റിലേറ്റീവ് ചോദ്യമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ
പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഏറ്റവും അവസാനം പുഷ് യുവർ സെൽഫ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അടുത്ത 90 ദിവസം നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ പറ്റണം. കാരണം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എന്തായാലും 5-6 മണിക്കൂറും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു 10 to 14 hours ഒക്കെ നമ്മൾ എന്തായാലും ലാസ്റ്റ് 3 months അല്ലെങ്കിൽ നമ്മളൊരു 90 days എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കധികം എഫേർട്ട് ഇടണം. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല എഫേർട്ട് എടുത്താൽ പ്രിലിംസ് പാസ്സാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. അതുകൊണ്ട് നമുക്ക് നമ്മളെ പുഷ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ബേസിക്സ്, കറണ്ട് അഫയേഴ്സ്, CSAT, പ്രാക്ടീസ്, പുഷ് യുവർ സെൽഫ്, ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ 5 കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിലിംസ് പാസ്സാവും. ഇല്ലെങ്കിൽ പ്രിലിംസ് പാസ്സാവില്ല. നമ്മൾ വെറുതെ എഴുതുന്നത് പോലെയാവും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ അടുത്ത ഓരോ ഫോമാറ്റിലേക്ക്, ഷുവർ ഷോട്ടിൻ്റെ ബേസിക്സിൻ്റെ ഫോമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് നമുക്ക് ബേസിക്സ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് കാര്യം. ഞാൻ അതിൻ്റെ ഒരു ബേസിക് കാര്യം കൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സമയത്ത് മൾട്ടിപ്പിൾ ബുക്ക് വായിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ലാസ്റ്റ് 90 days ബേസിക്സ്. നമ്മുടെ ടാർഗറ്റ് എന്താ? UPSC എങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആക്കിയാലും 50-55 ക്വസ്റ്റ്യൻ ബേസിക്സ് നിന്ന് തന്നെയായിരിക്കും. അതെന്ന് പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഫോർമുല? ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് എടുത്ത് നോക്കാം. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് മോഡേൺ ഇന്ത്യ. ഹിസ്റ്ററിയിൽ നമുക്ക് മോഡേൺ ഇന്ത്യ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മോഡേൺ ഇന്ത്യയിൽ നിങ്ങളുടെ പല ബുക്സ് ഉണ്ടാവും. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ വായിച്ച് സ്പെക്ട്രമോ അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ആയിരിക്കും ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പ്രൊവൈഡഡ് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ അറിയാമെങ്കിൽ ലാസ്റ്റ് മിനിറ്റ്, ഒന്നും അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒന്നേന്നൊരു പഠിച്ചൊരു എഫേർട്ട് എടുക്കേണ്ടി വരും. ഇനി അറിയില്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ സ്പെക്ട്രം വലിയൊരു ബുക്കാണ്, പക്ഷെ എന്നാലും ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തു തരാം. മോഡേൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടും PYQൻ്റെ ബേസിസിൽ എന്തൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ് അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നെഹ്റു റിപ്പോർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. CR ഫോർമുല, അതേപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ, അതേപോലെ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഗാന്ധി അംബേദ്കർ ഡിബേറ്റ്, അതേപോലെ ലിയാഖത്ത് പാക്ട് എന്താണ്, ക്രിപ്സ് മിഷന്റെ പ്രപ്പോസൽ എന്താണ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് 100% മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റിബല്യൻ, ട്രൈബൽ റിവോൾട്ട്സ്, അങ്ങനെ. സോ ലാസ്റ്റ് മിനിറ്റ് ഒന്നില്ലെങ്കിൽ സ്പെക്ട്രം വായിക്കുക, അത് വായിച്ച് തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഇതാണ് ലാസ്റ്റ് മിനിറ്റ്. ഇത് നന്നായി പിന്നെയും പഠിച്ചാൽ മോഡേൺ ഇന്ത്യയിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മോഡേൺ ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമുക്കത് ഇത്രയും വായിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് ഒരു അൺപ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ്, അത് വിട്ടേക്കോ, അത് മറന്നേക്കൂ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സംഭവം ഏൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ. ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ വായിച്ചുണ്ടാക്കാനുള്ള സമയത്തിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ഓൾറെഡി ഏൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ അറിയാമെങ്കിൽ നിങ്ങൾ നോട്ട്സ് നോക്കുന്ന ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മറി നോട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡസ് വാലിയിലെ മെയിൻ ആയിട്ടുള്ളൊരു NCERTയുടെ നോട്ട്സ് അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ NCERTയുടെ നോട്ട്സും ഷെയർ ചെയ്യാം, ഡ്രൈവായിട്ട് തന്നെ ഷെയർ ചെയ്ത് തരാം. ഏൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യയുടെ ഒക്കെ നോട്ട്സ് അവൈലബിൾ ആണ്. വെറും ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമുള്ള, പ്രൊവൈഡഡ് നിങ്ങൾക്ക് കഥ അറിയണം. എന്തായാലും ലാസ്റ്റ് ഇനി 900 days ഒന്നേന്ന് ഏൻഷ്യൻ ഇന്ത്യ, മിഡിൽ ഇന്ത്യ പഠിച്ചെടുക്കാൻ ഒരു ബേസും ഇല്ലാതെ പാടാണ്. ഓൾറെഡി ഒരു ബേസ് ഉള്ള ആൾക്കാർക്ക് ഇത് നന്നായി റിവൈസ് ചെയ്യാം. ഇനി ആർട്ട് ആൻഡ് കൾച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് നിതിൻ സിംഗാനിയുടെ ബുക്കോ ഒക്കെ പഠിച്ചിട്ടില്ലെങ്കിലും ലാസ്റ്റ് ആയിട്ടും ഇതിനും നോട്ട്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ PDF നോട്ട്സോ സമ്മറി നോട്ട്സോ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിതിൻ സിംഗാനിയെ തന്നെ ഓടിച്ചൊന്ന് വായിക്കാവുന്നതേ ഉള്ളൂ. ഇത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സോഴ്സസ് പിന്നെയും റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ്. ഹിസ്റ്ററി അത്രയും ചെയ്താൽ തന്നെ ധാരാളമാണ്. ഇനി ഏൻഷ്യൻ മെഡീവൽ ഇന്ത്യയുടെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഞാൻ പ്രിലിംസിന് മുന്നേ ഐ എം ടേക്കിംഗ് എ ക്ലാസ്, ഞാൻ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ടും പഠിക്കാവുന്നതാണ്. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഹിസ്റ്ററിയിൽ അഡോപ്റ്റ് ചെയ്യുക. ഇനി ജോഗ്രഫി ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇനി പല ആൾക്കാരും ലാസ്റ്റ് മിനിറ്റ് ഗൂചാങ് ലിയോണും GC ലിയോങ്ങും മജീദ് ഹുസൈനൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഡു നോട്ട് വറി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്, നമുക്ക് 11th and 12th ഇപ്പോഴത്തെ പുതിയ NCERT, ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂ NCERTയിൽ 11th and 12th ബേസിക്കലി ഓർത്ത് വയ്ക്കുക. ഒന്ന് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഈ 2 ബുക്ക് തന്നെ. പിന്നെ അല്ലാതെ 2 ബുക്കുള്ളത് ഹ്യൂമൻ ജോഗ്രഫിയുടെയും പിന്നെ ഒന്ന് എക്കണോമിക് ജോഗ്രഫിയുടെയും ഒരു ചെറിയ ബുക്കാണ് ഇന്ത്യ പീപ്പിൾ. ഈ 2 ബുക്കും എസ്പെഷ്യലി ഫിസിക്കൽ ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ഈ ബുക്ക് നന്നായി ഒരു 5-6 പ്രാവശ്യം വായിച്ച് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ജോഗ്രഫിയിൽ മേജർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഏത് ഏരിയ എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ റിവിഷനിൽ പറയാം. ഉദാഹരണത്തിന് ക്ലൈമറ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ ആണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതേപോലെ തന്നെ ഇൻസൊലേഷൻ, അറ്റ്മോസ്ഫിയർ പ്രഷർ, കൊറിയോളിസ് ഫോഴ്സ്, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്രാക്ക് ചെയ്യാൻ നോക്കുക.
അപ്പോൾ ഈ NCERTs 2 മെയിൻ ആയിട്ടും ബാക്കി 2 ഈ 2 NCERTയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളും, ഇപ്പോൾ മിനറൽസ്, ഇപ്പോൾ ഫെൽസ്പാർ, മൈക്ക, ബോക്സൈറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഗുജറാത്ത്, ട്രൂ ഓർ ഫാൾസ്? മൈക്ക ഇസ് ലാർജ്ലി ഫൗണ്ട് ഇൻ ജാർഖണ്ഡ്, ബോക്സൈറ്റ് ഇസ് ലാർജ്ലി ഫൗണ്ട് ഇൻ K3 ഇൻ രാജസ്ഥാൻ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് വന്നാലും അങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട് സ്റ്റാഗ്നന്റ് അല്ലാത്തതും. ഇത് ജോഗ്രഫിയിൽ പിന്നെയും പഠിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡു ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. പൊളിറ്റി പിന്നെയും ലാസ്റ്റ് മിനിറ്റ് ഒന്നും ചെയ്യാനില്ല. ലക്ഷ്മികാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും വായിക്കുക എന്നുള്ളത് തന്നെയേ ഉള്ളൂ. സോ അതിലൊരു ചെറിയ സജഷൻ എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് മിനിറ്റ് ഇനിയുള്ള 100 days ഞാൻ എല്ലാവരോടും പറയുന്ന സജഷനാണ്, ഇറ്റ് വർക്ക്സ്. പൊളിറ്റിയിലാണ് നമുക്ക് ആകെ 30 അല്ലെങ്കിൽ ഒരു 15-18 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 13 ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കാൻ പറ്റും പൊളിറ്റി, ബിക്കോസ് വെരി ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പൊളിറ്റി അറിയില്ലെങ്കിൽ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഡെയിലി ഒരു 30 minutes, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഇന്ത്യൻ പൊളിറ്റിനെ അടുത്ത 100 ദിവസം വായിച്ച, എല്ലാ ദിവസവും മുടങ്ങാതെ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയോ ഏതെങ്കിലും ഒരു സമയം പൊളിറ്റി ഒരു ഹാഫ് ആൻ അവർ പഠിക്കുക. പൊളിറ്റി പഠിക്കുന്ന ദിവസം ഫുൾ പഠിക്കുക. അല്ലാത്ത പൊളിറ്റി പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റി കുറേ വട്ടം നമുക്ക് വായിക്കാൻ പറ്റും. ഹാഫ് ആൻ അവർ കഴിച്ചിട്ടോ എപ്പോഴെങ്കിലും ഒരു ഹാഫ് ആൻ അവർ പൊളിറ്റി എടുത്ത് ഒരു അറ്റത്ത് നിന്ന് പതുക്കെ വരിക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതാണ് പൊളിറ്റിയുടെ കാര്യം. റീഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഇതിൽ കൂടുതൽ സ്ട്രാറ്റജി ഒന്നുമില്ല. എക്കോണമി ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകം ബുക്കുകളൊക്കെ കുറവായതുകൊണ്ട് ഇതിലാകെ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മാക്രോ എക്കണോമിയുടെ കോൺസെപ്റ്റ്സ് സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ റൈറ്റ് ഫ്രം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്റ്റാർട്ടിങ് ഫ്രം GDP, ബേസിക് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് തൊട്ട് GDP GNP തൊട്ട് അങ്ങോട്ട് നാഷണൽ ഇൻകം, അങ്ങോട്ട് വന്നതിന് ശേഷം മണി, ബാങ്കിങ്, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ്റെ കാരണങ്ങൾ, അതേപോലെ RBI, അതും അഗെയിൻ മോണിറ്ററി പോളിസി, പിന്നെ അതേപോലെ തന്നെ പബ്ലിക് ഫിനാൻസ്, ഫിസ്ക്കൽ പോളിസി, പബ്ലിക് ഫിനാൻസിൽ ടാക്സേഷൻ, നോൺ ടാക്സ് റവന്യൂ, അങ്ങനത്തെ കുറേ ഏരിയാസ് പഠിച്ചതിന് ശേഷം ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ബാലൻസ് ഓഫ് ട്രേഡ്, ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ ഏരിയാസ്. ഈ മാക്രോ പ്രിൻസിപ്പിൾസ് നല്ല സ്ട്രെങ്ത്തിൽ നമുക്ക് അറിയാമെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഇൻഫ്ലേഷന്റെ സമയത്ത് റിവേഴ്സ് റിപ്പോ കൂടുകയോ കുറയോ, ബാങ്ക് കൂട്ടോ കുറയ്ക്കോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ റിലേറ്റീവ് നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതേപോലെ ഇന്ത്യൻ എക്കോണമി ഒന്ന് ബേസിക് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ സഞ്ജീവ് ശർമ്മയോ രമേശ് സിംഗ് മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്, ഇപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഏരിയാസും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെയും, അതേപോലെ തന്നെ ഇപ്രാവശ്യം എക്കണോമിക് സർവേയുടെയും ബഡ്ജറ്റിന്റെയും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസും എക്കോണമിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. ഐ എം ടേക്കിംഗ് എ സെഷൻ ഓൺ എക്കണോമിക് സർവേ ആൻഡ് ബഡ്ജറ്റ് ഓൾസോ. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മറക്കാതെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും നല്ലതാണ്. സോ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി. എൻവയോൺമെന്റ് ഡെഫിനറ്റ്ലി വേറെ ഒന്നുമില്ല. ബേസിക് ആയിട്ടുള്ള, നിങ്ങളിപ്പോൾ ഏതെങ്കിലും പല ബുക്കുകൾ, ഇപ്പോൾ ബേസിക് ബുക്കുകൾ പഠിക്കുമായിരിക്കും. ഇപ്പോൾ NIOS ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ NIOSൽ പോയിട്ട്, നാഷണൽ ഓപ്പൺ സ്കൂളാണ്, അതിൽ എൻവയോൺമെന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എൻവയോൺമെന്റ് പഠിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 6-7 ദിവസം ഉണ്ടെങ്കിൽ ഈ ബുക്ക് മൊത്തം വായിച്ചു തീർക്കാൻ പറ്റും. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ്. NIOS ആണ്, ഗവൺമെന്റിന്റെ തന്നെയാണ് അത്. NIOSന്റെ എൻവയോൺമെന്റ് നല്ല ബുക്കാണ്, പലരും വായിക്കുന്നില്ല, പക്ഷെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ബേസിക്. ബാക്കി കറണ്ട് അഫയേഴ്സ് നമ്മൾ എൻവയോൺമെന്റിന്റെ കറണ്ട് അഫയേഴ്സ് തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും. സോ ബേസിക്സ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനി ക്വസ്റ്റ്യൻ പേപ്പർ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാലും നമുക്കതിനകത്ത് ഒരു 50 ക്വസ്റ്റ്യൻ ബേസിക്സും ബാക്കിയുള്ളത് കറണ്ട് അഫയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗസ്സൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് കിട്ടും, നമുക്ക് പ്രിലിംസ് പാസ്സാവാം. അങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. മോഡേൺ ഇന്ത്യ വളരെ സ്പെസിഫിക്, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം സ്പെസിഫിക് ആയിട്ട് 90 days പിന്നെ റിവൈസ് ചെയ്താൽ നമ്മൾ പാസ്സാവും. അല്ലാതെ നിങ്ങൾ കാർഡടിച്ച് വെടിവെക്കുന്ന പോലെ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മേക്ക് ഷുവർ 50, നമുക്കൊരു 110 മാർക്കിനുള്ള സംഭവം ബേസിക്സ് പഠിച്ചാൽ കിട്ടും. കറണ്ട് അഫയേഴ്സ് പോലും പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പാസ്സാവുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷ ചാൻസ് ഔട്ട് ആയ ആൾ വളരെ ലോജിക്കലായിട്ട്, ഞാനിത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചാൻസ് ഔട്ടൊക്കെ എത്രയോ വർഷം ചാൻസ് കഴിഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ കാണിച്ചു കഴിഞ്ഞാൽ അവരും ഓൾമോസ്റ്റ് ഒന്നും പഠിക്കാതെ തന്നെ ഏകദേശം 85-90 മാർക്ക് അവർ വാങ്ങിക്കും. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ആ ബേസിക് ലോജിക് ഉണ്ട്. അതാണ്, ആ ലോജിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഡീറ്റെയിൽ പറഞ്ഞത്. പിന്നെ കറണ്ട് അഫയേഴ്സ് വാസ്റ്റ് ആണ്. അതിനു വേണ്ടി വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് 90 days എന്ന് പറയുമ്പോൾ നമുക്ക് ജൂൺ തൊട്ട് പഠിക്കണമെങ്കിൽ നമ്മളൊരു അറ്റത്തുനിന്ന് ഒന്നില്ലെങ്കിൽ PDF നോട്ട്സോ ഏതെങ്കിലും ഇതൊക്കെ ഒന്ന് വായിച്ച് റെഡി ആയാൽ മാത്രമേ പറ്റുള്ളൂ. എല്ലാ ദിവസവും പഠിക്കാൻ പറ്റണം നിർബന്ധവും ഇല്ല. അപ്പോൾ ഒരാഴ്ചയിൽ
ഒരാഴ്ചയിൽ 1 വീക്ക് കലണ്ടർ എടുത്തിട്ട് ഒരു 7 ഡേയ്സ് എന്ന ടൈമിൽ 7 ദിവസത്തിനുള്ളിൽ ഇത്രയൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു അറ്റത്തുനിന്ന് നമുക്ക് പതുക്കെ പതുക്കെ വായിച്ചു കൊണ്ടുവരാം. ആൻഡ് യു ക്യാൻ വാച്ച് നമ്മുടെ IAS ഫാക്ടറിന്റെ ക്ലാസ്സും കാണാവുന്നതാണ്. കംപ്ലീറ്റ് ജൂൺ തൊട്ടുള്ള ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ ക്ലാസ് നോട്ട്സും ഉണ്ടാവും. സോ പറ്റുന്നില്ല എങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എന്തായാലും ഒരു അറ്റത്തുനിന്ന് തുടങ്ങുക, അല്ലാതെ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. സ്ലോലി വിത്ത് എവറി ഡേ എവറി വീക്ക് കുറച്ചായിട്ട് മേജർ ആയിട്ടുള്ളത് ഒന്ന് വായിച്ച് കവർ ചെയ്ത് വന്നാൽ കറണ്ട് അഫയേഴ്സ് കിട്ടും. ഞാൻ അപ്പോഴും പറയുന്നു, 100% അക്യൂറസി ടാർഗറ്റ് ഒരിക്കലും കറണ്ട് അഫയേഴ്സിന് കിട്ടില്ല. നമ്മൾ എത്ര പഠിച്ചാലും നമുക്കറിയാത്ത കാര്യം ഉണ്ടാവും. പക്ഷേ ബേസിക്സ് അങ്ങനെയല്ല. അപ്പൊ കൂടുതൽ ബേസിക്സ്, നമുക്ക് ബേസിക്സിലേക്ക് നല്ലൊരു സ്ട്രെസ് കൊടുക്കുക. മാക്സിമം മാർക്ക് ഉണ്ടല്ലോ, ഹിസ്റ്ററി ജോഗ്രഫി എല്ലാ സബ്ജക്ട്സും നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല സൊല്യൂഷനാണ്. പിന്നെ അടുത്തത് CSAT. ഡെഫിനറ്റ്ലി ഒരു 80 മാർക്കിനെങ്കിലും നമ്മൾ എയിം ചെയ്താൽ മാത്രമേ നമുക്കൊരു 70 മാർക്കെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കറക്റ്റ് 70 മാർക്കിന് എഴുതി വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും CSAT തോക്കും. കാരണം ഇംഗ്ലീഷിലെ പാസേജ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അത് തെറ്റും. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന, ലാസ്റ്റ് മിനിറ്റ് ചെയ്യാവുന്ന 80 മാർക്സിനെങ്കിലും കിട്ടുന്നില്ല, നിങ്ങൾക്ക് CSAT ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോഴേ ഒരു അറ്റത്തുനിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എല്ലാ 3 ദിവസം കൂടുമ്പോൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മൾ CSATന് വേണ്ടി എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് എല്ലാ ഏരിയാസും ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. CSATന് വേണ്ടി ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി ഞാൻ വേറൊരു വീഡിയോ തന്നെ ഉണ്ടാക്കി തരാം. ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെ CSAT പഠിക്കാം, ഒരു എഫേർട്ട് എടുക്കാം. സോ എന്തെങ്കിലും ഒരു എഫേർട്ട് അറ്റ്ലീസ്റ്റ് എവറി 2 ഡേയ്സ് ഓർ എവറി 3 ഡേയ്സ് എങ്കിലും നമ്മളൊരു എഫേർട്ട് എടുത്തില്ല എങ്കിൽ നമുക്ക് ഒരു 70 മാർക്ക് കിട്ടാൻ ഡിഫിക്കൽട്ട് ആണ്. സോ അത് മറക്കരുത്. അതിനുവേണ്ടി എന്തെങ്കിലും കൂടെ നമ്മൾ ടൈമിൽ കണ്ടെത്തണം എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് വർക്ക് ഓൺ ദാറ്റ്. ആൻഡ് പിന്നെ ഒബ്വിയസ്ലി എല്ലാ ആഴ്ചയിലും ഒരു 7 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴോ നമ്മൾ പഠിച്ചത് ഒന്നേന്ന് റിവൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ്. സോ അത് നിങ്ങൾ മടി വിചാരിക്കരുത്. കാരണം ഇന്ന് പഠിക്കുന്ന ഹിസ്റ്ററി 7 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 8 ദിവസം കഴിയുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ ജോഗ്രഫി പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ഹിസ്റ്ററി നമുക്ക് ഓർമ്മയുണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ അതുകൊണ്ട് 10 ഡേയ്സ് കൂടുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ് എന്നുള്ളതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി പറയാനുള്ളത്. സോ അടുത്തത് പിന്നെ ഉള്ളത് നമ്മൾ പ്രാക്ടീസ്, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അതിലൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്നിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി 21 വിചാരിക്കാം, നമുക്കൊരു 21st എന്ന് വിചാരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ ഒരു 15 വരെ നമുക്കൊരു ഡേറ്റ് ഇടാം. ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ ഒരു 20 വരെ, ഒരു ഏപ്രിൽ 20-ാം തീയതി എങ്കിലും നമുക്ക് ഈ പറയുന്ന ബേസിക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പോളിറ്റി, എൻവയോൺമെന്റ് ഒക്കെ ഒരു റൗണ്ട് ഓടിച്ച് വായിച്ച് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 20 തൊട്ട്, അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി, ഒരു ഏപ്രിൽ 20 തൊട്ട് നമുക്കൊരു മെയ് 20 വരെ, മെയ് 25-ാം തീയതിയാണ് പരീക്ഷ, ഒരു മെയ് 20 വരെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഷോർട്ട് ടേം മെമ്മറി പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നാഷണൽ പാർക്ക്, വെറ്റ്ലൻഡ്സ്, ബയോസ്ഫിയർ റിസർവ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രോട്ടോകോൾസ്, റിപ്പോർട്ടുകൾ, ഇതൊക്കെ ലാസ്റ്റ് ഷോർട്ട് ടേം മെമ്മറിയിൽ പിടിക്കേണ്ട കാര്യങ്ങളാണ്. ഡാമുകളുടെ പേര്, റിവേഴ്സ്, ഓറിജിൻ, ട്രിബ്യൂട്ടറി, ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് റിവേഴ്സ് ലേണിംഗ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് റിയലി വർക്ക്ഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റിവിഷൻ കൂടെ ചെയ്യാൻ പറ്റും. ടെസ്റ്റുകൾ നിങ്ങൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ടെസ്റ്റ് സീരീസ് നിങ്ങൾ പലരും എഴുതുന്നുണ്ട്, നല്ല കാര്യം, നിങ്ങൾക്ക് എഴുതാം. ഇനി ടെസ്റ്റ് സീരീസ് ഓൾറെഡി എഴുതിയ കുറേ ടെസ്റ്റ് സീരീസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എഴുതുകയാണെങ്കിലും ഉണ്ടാവും. ഞാൻ പറയുന്നത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി ടെസ്റ്റ് എഴുതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഒരു ഏപ്രിൽ 20 തൊട്ട് മെയ് 20 വരെ ശരിക്കും റിവേഴ്സ് ലേൺ ചെയ്താൽ നല്ലതാണെന്നാണ് എൻ്റെ സജഷൻ. കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്ത ടെസ്റ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ കുറേ ടെസ്റ്റുകളല്ല. ഇനി ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇഷ്ടംപോലെ ടെസ്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ടെസ്റ്റ് എടുക്കുക, നിങ്ങൾ ചെയ്ത ടെസ്റ്റ് എടുക്കുക, ഇതിൻ്റെ എല്ലാം ആൻസർ കീ ഉണ്ട്. ട്രസ്റ്റ് മീ, ഇറ്റ് വർക്ക്സ് റിയലി ബിഗ് ടൈം. ഇതിൻ്റെ എല്ലാം ആൻസർ കീ ഉണ്ട്. ഈ ആൻസർ കീയിൽ ഏകദേശം നമ്മുടെ എല്ലാം ഒരു 30 ടെസ്റ്റെങ്കിലും ഉണ്ടാവും. ഈ 30 ടെസ്റ്റിൻ്റെ ആൻസർ കീ എന്ന് പറയുന്നത് വളരെ, ഏത് ടെസ്റ്റ് എഴുതിയാലും അതിൻ്റെ ആൻസർ കീ എലോബറേറ്റ് ആയിരിക്കും. ആ ആൻസർ കീ പഠിക്കുന്നത് ഇസ് ആസ് ഗുഡ് ആസ് ലേണിംഗ് എ ബുക്ക്. അതുകൊണ്ട് റിവേഴ്സ് ലേൺ. ഈ ആൻസർ കീ വെച്ച് ടെസ്റ്റ് സോൾവ് ചെയ്യാന്നുള്ളതല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, പക്ഷെ എപ്പോഴും നമുക്ക് 30 എക്സാംസ് ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ഏപ്രിൽ 20 തൊട്ട് ഒരു മെയ് ഒരു 10-ാം തീയതി വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ടെസ്റ്റ് എല്ലാം റിവേഴ്സ് ലേൺ ചെയ്യാം. ഒരു ടെസ്റ്റ് സീരീസിൻ്റെ കീ എടുത്തിട്ട് ആ കീ ഓടിച്ച് വായിച്ച് പോവാം. ആ കീ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കീ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ സാധ്യതകൾ നമുക്ക് മനസ്സിലായി. ആ കീയിലൂടെ നമുക്ക് തിരിച്ച് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇത് വലിയൊരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച ഹിസ്റ്ററി, ജോഗ്രഫി ഒന്നേന്ന് പിന്നെയും പഠിക്കും.
കൂടാണ്ട് കറണ്ട് അഫയേഴ്സും അതിൽ കയറി വരും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഐദർ യു ക്യാൻ സോൾവ് കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസ്, ഇത് എഴുതി പോവാം. ഇനി അല്ല എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ റിവേഴ്സ് ലേൺ ചെയ്താലും നമുക്ക് നോളജ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സോ സോറി, ഇതൊരു പ്രീവിയസ് ആൻസർ റേറ്റിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലാസ്റ്റ് 90 ഡേയ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഓരോന്നിനെ കുറിച്ചിട്ടും ഓരോന്നായിട്ട് ഞാൻ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ഇടാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% ഐ സ്ട്രോങ്ലി ബിലീവ് നിങ്ങൾക്ക് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും സമയമുണ്ട്. പക്ഷെ സമയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ എഫേർട്ടാണ്. ഞാൻ ഈ 5 പ്രിൻസിപ്പിൾസ് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 5 ഗോൾഡൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബേസിക്സിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് നന്നായിട്ട് മുറുകെ പിടിക്കുക. കറണ്ട് അഫയേഴ്സ് പറ്റുന്ന പോലെ കവർ ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നന്നായി പ്രാക്ടീസ്, റിവേഴ്സ് ലേൺ ചെയ്യുക, പഠിക്കാനുള്ള മനസ്സുണ്ടാക്കി പുഷ് ചെയ്യുക. CSATും ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 190 ഡേയ്സിൽ വർക്ക് ചെയ്താൽ ദർ ഇസ് എ ബിഗ് ചാൻസ് ദാറ്റ് യു വിൽ ക്ലിയർ ദി എക്സാമിനേഷൻ. സോ എന്തായാലും ഡു നോട്ട് വറി, കീപ് ട്രൈങ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഇതിലൂടെ തന്നെ യൂട്യൂബിലൂടെ തന്നെ ഞാൻ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ബാക്കി സെഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, so keep preparing for UPSC and this is Arjun R. Shankar. Thank you so much.